ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളോട് അത്രയധികം ക്ലോസ് ആയിരുന്ന ചില വ്യക്തികൾ ഇന്ന് നിങ്ങൾ ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും ഈ ഭൂമിയിലുണ്ട് എന്ന് ചിന്തിക്കാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മളെ കാണാത്ത ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് എന്തോ വിലയില്ലാത്തതുപോലെ, അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്നതുപോലെ, അതുപോലെ നിങ്ങളെ തന്നെ അവർ അവഗണിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് സ്വയം തോന്നിയിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങളോട് തന്നെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകാം. ഞാനൊന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് നമ്മൾ അത്രയധികം സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ അവരുടെ മോശമായിട്ടുള്ള സമയത്ത് അവരുടെ കൂടെ നിന്ന അതേ വ്യക്തികൾ തന്നെ പെട്ടെന്ന് നമ്മളിൽ നിന്നും അകൽച്ച കാണിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ പെയിൻഫുൾ ആണ്. അതുപോലെ നിങ്ങൾ കാണിച്ച ദയയും നിങ്ങളുടെ സത്യസന്ധതയും എല്ലാം മറന്നുകൊണ്ട് അവരിന്ന് മറ്റുള്ളവരുമായി ചേർന്ന് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് അവിടെയാണെന്ന് തോന്നി അവർ പോയിട്ടുണ്ടാകാം. എന്തൊക്കെ തന്നെ ആയാലും യൂണിവേഴ്സിന് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടതിന് ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ അവരിന്ന് മുൻഗണന നൽകിക്കൊണ്ട് കൂടെ നടക്കുന്ന അതേ വ്യക്തികൾ ആരും തന്നെ അവരെ സത്യസന്ധമായി കെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ല. ഒരിക്കൽ നിങ്ങൾ അവരെ കണ്ടതുപോലെയല്ല അവരാരും ഇവരെ കാണുന്നത്. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരോട് കാണിച്ചിരുന്ന ആ ഒരു സിൻസിയാരിറ്റിയുടെ ആഴം അവർ മനസ്സിലാക്കും. നിങ്ങളുടെ ആ ഒരു ശൂന്യത അവർ മനസ്സിലാക്കും. നിങ്ങളുടെ ആബ്സൻസ് അവർ അനുഭവിക്കാൻ തുടങ്ങും. അവരുടെ പുതിയ വ്യക്തികളിൽ നിന്നും അവഗണനയും വെല്ലുവിളികളും അവർ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു സത്യസന്ധമായ സപ്പോർട്ട്, അതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ കൂടെ നിന്നതുമെല്ലാം അവരുടെ ഓർമ്മകളിൽ വരും. നിങ്ങൾ ആ ബന്ധത്തിൽ കാണിച്ച ആ സത്യസന്ധത അവർ മനസ്സിലാക്കും. അവർക്ക് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു വില അവർ മനസ്സിലാക്കും. അവർക്ക് ഈ ഒരു റിയലൈസേഷൻ വരുന്ന സമയത്ത് അവർ നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വില നൽകിയിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു കംഫർട്ട്, അതുപോലെ നിങ്ങൾ കാണിച്ച ആ ഒരു വിശ്വസ്തത എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം. അവർ ക്ഷമ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ ഒരിക്കൽ അവർ ഉപേക്ഷിച്ച ആ ഒരു ബന്ധം വീണ്ടും പുതുക്കാം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും അവർ വരിക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വിവേകത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. ക്ഷമിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതും. അതുപോലെ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ട് വീണ്ടും മാനസാന്തരത്തിൻ്റെ പേരിൽ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ബന്ധങ്ങളും കെട്ടിപ്പടുക്കേണ്ടത് മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആബ്സെൻസിൽ നിങ്ങളിലുണ്ടായ ആ ഒരു വളർച്ച, ആ ഒരു മാറ്റം എല്ലാം തന്നെ നിങ്ങളുടെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായി. അതുപോലെ നിങ്ങളിൽ മറഞ്ഞിരുന്ന പല കഴിവുകളും നിങ്ങൾ കണ്ടെത്തി. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾ അവയെല്ലാം നേടിയെടുത്തു. ഈ യാത്ര നിങ്ങളെ തന്നെ കണ്ടുപിടിക്കുന്നതിനും പല നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിനും നിങ്ങളെ സഹായിച്ചു. ഈ യാത്ര നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വല്ലാതെ സഹായിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഒരു വിലയുണ്ടെന്നും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും നിങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരിൽ നിന്നും വാലിഡേഷൻ വാങ്ങേണ്ട ആവശ്യമില്ലെന്നും അത് എത്രത്തോളം അപകടമാണെന്നും നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചു. ഒരിക്കൽ നമ്മളെ വിട്ടിട്ട് പോയ വ്യക്തികൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവർ സത്യസന്ധമായി അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി വരുന്നതാണോ, അതോ അവർക്ക് കഷ്ടപ്പാട് വന്നപ്പോൾ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കായപ്പോൾ നിങ്ങളെ തേടി വന്നതാണോ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്.
അതുപോലെ ഒരിക്കൽ മുറിഞ്ഞുപോയ ആ ഒരു ബന്ധം വീണ്ടും കൂട്ടിച്ചേർക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഒളിയോ മറയോ ഒന്നും കാണാൻ പാടില്ല. എല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇനി അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ തക്കവണ്ണമായിരിക്കണം. അല്ലാതെ ഒരാൾ എപ്പോഴും കൊടുക്കുന്നതും മറ്റൊരാൾ എപ്പോഴും വാങ്ങുന്നതും മാത്രമായിരിക്കരുത്. അത് ഇമോഷണലി ആയാലും എന്ത് തന്നെ ആയാലും അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധമാകുന്നതിന് അത് ആവശ്യമാണ്. അവരുടെ മടങ്ങിവരവ് അവരുടെ പൂർണ്ണ മനസ്സോടുകൂടിയും പൂർണ്ണ ഇഷ്ടത്തോടുകൂടിയും ആണെങ്കിലും ഒരു ബൗണ്ടറീസ് എപ്പോഴും ഉണ്ടാകണം. അത് ഹെൽത്തിയുമായിരിക്കണം. നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് തന്നെ ആയിരിക്കണം. പ്രത്യേകിച്ച് പാസ്റ്റിൽ സംഭവിച്ച അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിസന്ധികൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും അതുപോലെ പ്രതിസന്ധികളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും. ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോഴും നിങ്ങളുടെ കൂടെ നിർത്തേണ്ടതുണ്ട്. ആ ബന്ധങ്ങളെ ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതുമെല്ലാം ഭാവിയിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ തന്നെ വില കുറിച്ച് കാണിക്കുന്നതോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നതോ ആയിട്ടുള്ള അനുഭവങ്ങളായിരുന്നിരിക്കണം. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് ഒരു പാഠമാണ് നൽകിയത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും സത്യസന്ധരായ വ്യക്തികളെ നിർത്തുന്നതിന് ഉള്ള ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെയധികം സഹായിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ എക്സ്പീരിയൻസസ് എല്ലാം തന്നെ നിങ്ങൾ ഭാവിയിൽ ആരുമായി സഹകരിക്കണമെന്നും അതുപോലെ ആരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കണമെന്നും മനസ്സിലാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തെന്നും നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയി എന്നും ഓർത്താൽ മതി. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം നിങ്ങൾക്ക് നല്ലതായ ഒന്നും തന്നെ നിങ്ങളെ വിട്ടുപോകില്ല. പിന്നെ എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു എന്നാണെങ്കിൽ നിങ്ങളിലുള്ള പല കുറവുകളും നികത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഇത്രയധികം നിഷ്കളങ്കരായ നിങ്ങളുടെ ചുറ്റും സത്യസന്ധരും വിശ്വസ്തരുമായ വ്യക്തികളെ നിർത്തുന്നതിന് വേണ്ടിയുമാണ്. നിങ്ങളിലുണ്ടായിരുന്ന പല പോരായ്മകളും നികത്തുന്നതിന് നിങ്ങൾ പല പാഠങ്ങളും പഠിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ആ പാഠങ്ങൾ പഠിക്കേണ്ടതിന് അത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഇന്ന് നിങ്ങൾ തിളങ്ങുന്ന സ്വർണം പോലെയാണ്. നിങ്ങൾ പ്രകാശമുള്ളവരാണ്. അതുപോലെ ചില കാലഘട്ടത്തിലുണ്ടായ ഒറ്റപ്പെടൽ നിങ്ങളെ സ്പിരിച്വലി അട്രാക്റ്റ് ചെയ്യാനും സഹായിച്ചു. നിങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്ത നിങ്ങളുടെ മനസ്സിന് പ്രീതിയല്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കാൻ സഹായിക്കും. മുൻപോട്ടുള്ള ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി വെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ബൗണ്ടറി വെക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും നിങ്ങളുടെ സമാധാനത്തെയും സംരക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളിലും ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് തന്നെ ആയിരിക്കണം. നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ തെറ്റുകൾ നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ. ആ എക്സ്പീരിയൻസസ് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഇനി ഉപയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ പ്രതിസന്ധികളും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ആയിരുന്നു എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പാസ്റ്റിലുണ്ടായ അവഗണനകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇനി ആ ഓർമ്മകളിൽ ജീവിക്കാതെ പ്രസൻറ്റിൽ ജീവിക്കുക. നിങ്ങളെ എംപവർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത പല സാഹചര്യങ്ങളും വ്യക്തികളെയും ഓർത്ത് നമുക്ക് ഒരുപാട് സമയം നമ്മൾ ഓൾറെഡി കളഞ്ഞു കഴിഞ്ഞു.
എന്നാൽ ഇനി മുതൽ ഒരു നിമിഷം പോലും നമുക്ക് വേണ്ടാത്ത ഒരു എനർജിക്ക് വേണ്ടിയും നമ്മുടെ സമയം കൊടുക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും നേടാനുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ നേടിയെടുത്തത് സ്ട്രെങ്ത് ആണ്, ഇന്നർ സ്ട്രെങ്ത്. ഇന്ന് നിങ്ങൾ വളരെ ശക്തരാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് ഒന്നിനും ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നല്ല സത്യസന്ധമായ ബന്ധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഭാവിയിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണാം. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ സ്വപ്നം അത് നിങ്ങൾക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഒറ്റപ്പെടൽ ഇന്ന് നിങ്ങളെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ ശക്തരും ധൈര്യമുള്ളവരും ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു പ്രയർ എന്നോടൊപ്പം പറയുക. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സെന്നോ ഭഗവാനെന്നോ ഈശ്വരനെന്നോ ദൈവമെന്നോ ഹയർ സെൽഫെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡിയർ യൂണിവേഴ്സ്, അവഗണനയിലൂടെയും വേദനകളിലൂടെയും ഞാൻ കടന്നുപോയ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങ് എനിക്ക് എൻ്റെ വില മനസ്സിലാക്കി തരുകയും എന്നെ എത്രമാത്രം അങ്ങ് സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി തരുകയും ചെയ്തു. എന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാനുള്ള ശക്തി അങ്ങ് എനിക്ക് നൽകണം. എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പും ദേഷ്യവും റിലീസ് ചെയ്ത് കളയാനുള്ള ശക്തി അങ്ങ് എനിക്ക് നൽകണം. എല്ലാ ബന്ധങ്ങളിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണം. എൻ്റെ ചുറ്റുമുള്ള ബന്ധങ്ങൾ എല്ലാം സത്യസന്ധമാക്കുന്നതിന് നന്ദി. ഭാവിയിലുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി ആകുന്നതിന് നന്ദി. എൻ്റെ വളർച്ചയിൽ അങ്ങ് കൂടെയുണ്ടായിരുന്നതിന് നന്ദി. പാസ്റ്റിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസസിൽ നിന്നും എനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാകുന്നതിന് നന്ദി. എൻ്റെ ചുറ്റും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കുന്നതുമായ വ്യക്തികളാൽ അനുഗ്രഹിക്കുന്നതിന് നന്ദി. എനിക്ക് എന്നെ തന്നെ ഡൗട്ട് തോന്നുന്ന സമയങ്ങളിൽ അങ്ങയുടെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്നതിന് നന്ദി. എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങ് കൂടെയുണ്ട് എന്ന വിശ്വാസം എന്നിൽ ഉണ്ടാക്കുന്നതിന് നന്ദി. എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഞാൻ ഉപയോഗിക്കുന്നതിന് നന്ദി. എൻ്റെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കുന്നതിന് നന്ദി. എല്ലാ വേദനകളും മാറ്റി അവിടെ പ്രതീക്ഷയും സന്തോഷവും കൊണ്ട് അങ്ങ് നിറച്ചതിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം എന്നോടൊപ്പം ഉണ്ടാവുന്നതിന്, എൻ്റെ ശക്തി ആവുന്നതിന്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ യുവർ ഗൈഡൻസ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.